പൊന്നോളെ എന്നാ മിണ്ടുകല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. എന്നാ ലൈറ്റ് ഒന്നിട്ടെ. അതും ചെയ്യല്ലേ? വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ. കുഞ്ഞെ എന്തു പറ്റിയിരിക്കുന്നു കുഞ്ഞെ? കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. എവിടെ പോകുന്നു? ആ ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. നീയായിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോടാളിയാ? എന്ത് പറ്റിയടാ? എന്ത് പറ്റിയടാ? ശവത്തെ കുത്തുന്ന തെണ്ടി. അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ. നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. എന്തടാ മടിച്ചു വെക്കുന്നത്? കൊല്ലടാ. കാമുകിയുടെ ചരിത്രം സംരക്ഷിക്കാൻ വന്നതല്ലേ നീ? അവളെ കുറിച്ച് അക്ഷരം വിടരുത്. നന്ദി കേട്ടോ നായേ. എനിക്കൊരു അവളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ലടാ. ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നിന്ന് നക്കിത്തുന്നത് ഞാനാണോ? അവളുടെ തന്തയെ ജയിലിൽ കയറ്റിയത് ഞാനാണോ? 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ. നിൽക്കണോ? ഭ്രാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിക്ക്. ഞാനൊരു ബിസിനസ്സുകാരനാണടാ. കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ഗീത കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. കുഞ്ഞിത് വെച്ചോളൂ. പഴയ പരമ തന്നാ കുഞ്ഞ് വാങ്ങുമെന്ന് എനിക്കറിയാം. ഈ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുള്ളല്ലേ. നീ ആ തുണിക്കല ജോലിക്ക് പോകണ്ട. കുറച്ച് വേണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട. ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി നാക്കാം.
50,000 രൂപയോ? ഈ നിസ്സാര കാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത്? ആട്ടെ, നിനക്കെന്തിനാ പണം? നാട്ടിൽ ഇത്തിരി സ്ഥലമുള്ളത് പണയത്തില. പലിശ കൂടി അതിൽ ഏലത്തിൽ പോകാൻ 1 കോടിയും കൊണ്ടല്ലേ നീ പോയത്? അതിൽ നിന്ന് എടുക്കാമായിരുന്നില്ലേ? അത് നാട്ടിൽ പോയാൽ ഉടനെ മടങ്ങി വരണം. ശരി, 2 ദിവസത്തിനുള്ളിൽ ഗൾഫ് പാർട്ടി വരും. നീ കാർ കൊണ്ടുപോയിക്കോ. കാറ് വേണ്ട സാർ, അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോകാൻ വയ്യ. പനി തീരെ വിട്ടു മാറിയിട്ടില്ല. നിന്റെ ഇഷ്ടം. എപ്പോഴാ പോകുന്നത്? രാവിലെ. എന്തിനാ ഇപ്പൊ നാട്ടിൽ പോകുന്നത്? സ്ഥലം ലേലത്തിൽ പോയെന്നല്ലേ എന്നോട് പറഞ്ഞത്? കാലണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്നതും പോകാത്ത ഒരുപോലല്ലേ. പോയിട്ട് വരട്ടെ. ഇത് ഒരുപാട് കാശുണ്ടല്ലോ. ഒരുപാടൊന്നുമില്ല, 50,000 രൂപയുള്ളൂ. ഇനി കുഞ്ഞിന്റെ വിവാഹം നടത്തി തരേണ്ടത് എന്റെ കടമയാണ്. എന്റെ അതെ, വിവാഹം എത്ര ആഘോഷമായിട്ട് നടത്തേണ്ടതായിരുന്നു കുഞ്ഞിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ. ശരിയാണ്. ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന്. ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ. മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു. ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന്. എനിക്കൊരു വിഷമവും തോന്നിയില്ല. പക്ഷെ അച്ഛൻ ഒരു കണക്കിന് അതാ ഭാഗ്യം. ഉറങ്ങിക്കിടക്കുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല. ഓ, അമ്മയോ? ഭ്രാന്താശുപത്രിക്കുള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ. അച്ഛൻ മരിച്ചതറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ജോലി കളഞ്ഞു. ഇനി അല്പം സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ? കുഞ്ഞെ, 50,000 രൂപ പോയാലെന്ത്? ഒരു വേശ്യ രക്ഷപ്പെടുമല്ലോ. ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല. ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും. ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ. സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും. അതിലും ഭേദമല്ലേ പരമച്ചേട്ടാ ജോണി? സമയം ഒരുപാട് വൈകി. ഞാൻ പോട്ടെ. ഇനി എന്നെ കാണാൻ വരരുത്. കുഞ്ഞെ, പുഴയുടെ അരികത്തൊരു കോവിലില്ലേ? ഉണ്ട്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞു ക്ഷമിക്കണം. നാളെ രാവിലെ ആ കോവിൽ വരാമോ? കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക്